എടാ നീ എന്നാണ് അവിടെ നിൽക്കുന്നത്? ആ എടാ എൻ്റെ വണ്ടി ടെസ്റ്റിംഗ് അല്ലേ? ആ, അത് ശരിയാണല്ലോ അല്ലേ. ആടാ, 7 ദിവസമായി വണ്ടി ഇല്ലാതായിട്ട്. എനിക്കാണ് വേറെ സൈഡ് ഓട്ടവും കിട്ടുന്നില്ല. ഈ പിരിവൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര മടുപ്പ്, എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. എടാ എനിക്കറിയാടാ, പെയിൻറ്റിങ് ഒരു സ്ഥലത്ത്, അപ്പോൾസറി വേറൊരു സ്ഥലത്ത്, ആരായാലും മടുത്തു പോകും. ഓട്ടോ ഉണ്ടാകുന്ന സമയത്താണ് എല്ലാവരും വിളിക്കും. കാർ ഓട്ടോ ഉണ്ട്, ടിപ്പർ ഓട്ടോ ഉണ്ട്, എയർപോർട്ട് ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വണ്ടി ഇല്ലാത്ത സമയത്താണെങ്കിൽ ആരും വിളിക്കത്തുമില്ല. കാരുടെയും കുഴപ്പം കൊണ്ടല്ല കേട്ടോ, നമ്മുടെ സമയം ശരിയല്ല അതാ. എടാ എനിക്കിപ്പോൾ ബസ്സിൽ ഓട്ടം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഓട്ടം നിനക്ക് ഞാൻ തന്നേനെ. അറിയാലോ നിനക്ക്. എനിക്കറിയാടാ അത്, എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞാടാ. ആ എടാ, ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. നാളെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ. ഉണ്ടോ? എടാ ഞാൻ പൊക്കോളാടാ. എടാ എറണാകുളത്തിന്. നീ പോകുന്നുണ്ടോ? എടാ എവിടെയാലും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എടാ എന്നാൽ നാളെ രാവിലെ ഒരു 7:30 ആകുമ്പോൾ നീ റെഡി ആയി നിൽക്ക്, എന്നെ ഞാൻ വിളിക്കാം. എടാ നീ ഇന്ന് പോയില്ലേ? അതിനാ എൻ്റെ വണ്ടി ടെസ്റ്റിംഗ് അല്ലേ? എന്നാ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോകൂ. അത് വെറുതെ ഇരിക്കുമോ, എനിക്കിന്നൊരു കല്യാണമുണ്ട്. വേണ്ട, ഇഷ്ടം എനിക്കൊരു കാറോട്ടം വാങ്ങുന്നുണ്ട്, അതിന് വെയിറ്റ് ചെയ്യുക. എടാ നീ എന്താടാ ഫോൺ എടുക്കാത്തെ? എടാ എത്ര നേരമായി? ഓട്ടത്തിന് കാര്യം എന്നായി? എടാ ഞാൻ ഓട്ടം കഴിഞ്ഞ് വെളുപ്പിനെയാണ് വന്നേ. നിന്റെ കോള് വന്ന് ഞാൻ കണ്ടില്ലടാ. എടാ എടാ നിനക്ക് ആ ഓട്ടം പറഞ്ഞു വെച്ചിരുന്ന ഓട്ട പാർട്ടിയെ അവർക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ അടുത്ത പബി ഉണ്ടായിരുന്നു, ഞാൻ അവനെ പറഞ്ഞ ഓട്ടം വിട്ടു. നിന്റെ കാര്യം ഞാൻ മറന്നുപോയി. സോറിടാ. എന്ത് പറഞ്ഞു പോയെന്നു? എടാ നീ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങിയില്ല. ഇപ്പം എത്ര നേരമായി? ഞാൻ തിരിച്ചു പോയില്ല, കാരണം ഈ ഓട്ടം കൊണ്ട് കിട്ടുന്നതാവട്ടെ ഞാൻ ചിന്തിച്ച്. എത്ര രൂപ കിട്ടുമെന്ന് പോലും ഞാൻ നിന്നോട് ചോദിച്ചില്ല. നീ ഇന്ന് നിസ്സാരമായിട്ട് മറന്നു കളഞ്ഞതും എൻ്റെ ഒരു ദിവസത്തെ പ്രതീക്ഷയാണടാ.